നമസ്കാരം. കൽദായ വീക്കിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഭയുടെ വിവിധ ഇടവകകളിൽ ദശാംശ തിരുനാൾ സമുചിതമായി ആചരിച്ചു. നവവൈദികർക്ക് വിവിധ ഇടവകകളിൽ സ്വീകരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പട്ടിക്കാട് മാർ തോമസ് ലീഹ പള്ളിയിൽ ദശാംശം സമർപ്പണത്തിന്റെ ഭാഗമായി ഇടവകകളിൽ നടക്കുന്ന ലേലം പരിപാടി സന്ദർശിക്കുവാൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെത്തുകയും ലേലം ഉദ്ഘാടനം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ നിർവഹിക്കുകയും ചെയ്തു. ഇടവക വികാരി ഫാദർ സിറിൽ ആന്റണി സ്വാഗതം പറഞ്ഞു. വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. വൈസ് ചെയർമാൻ രാജൻ ജോസ്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ AM ആന്റണി, ലാലി റാഫേൽ, ലിയോൺ കാങ്കപ്പാടൻ, അൻസൺ കെ ഡേവിഡ്, ഇടവക കൈക്കാരൻ KL ഷാജി, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവക കൈക്കാരനും ട്രസ്റ്റി ബോർഡ് അംഗവുമായ AV ഷാജു നന്ദി പറഞ്ഞു. പറവട്ടാനി മാർ അദായിസ് ലീഹ പള്ളിയിൽ ദശാംശ പെരുന്നാൾ ഭക്തി നിർഭരമായി. രാവിലെ വിശുദ്ധ കുർബാനയിൽ അസിസ്റ്റന്റ് വികാരി റവറൻ തിംത്യോസ് ജോയ് കശീശ കാർമ്മികനായി. തുടർന്ന് നടന്ന ദശാംശ സമർപ്പണ ശുശ്രൂഷയിൽ വൈദികരും വിശ്വാസികളും പങ്കുചേർന്നു. വൈകിട്ട് നടന്ന ആദിഫല ലേലം വികാരി റവറൻ റൂണോ വർഗീസ് കശീശയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. കൈക്കാരൻ ടോണി റാഫേൽ സ്വാഗതം ആശംസിച്ചു. വളരെ ഉത്സാഹത്തോടെ വിശ്വാസികൾ ലേലത്തിൽ പങ്കെടുത്തു. വിവിധ ആദിഫലങ്ങളും വൈവിധ്യമാർന്ന വിഭവങ്ങളും സാധനങ്ങളും ലേലങ്ങളുടെ ഭാഗമായി. വികാരി ജനറൽ റവറൻ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി കശീശ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ എന്നിവർ സന്ദർശനം നടത്തി. കൈക്കാരൻ പോൾ മാത്യൂസ്, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ നേതൃത്വം നൽകി. കേന്ദ്ര ട്രസ്റ്റി ലാലി റാഫേൽ നന്ദി പ്രകാശിപ്പിച്ചു. മാർ യോഹന്നാൻ മാംദാന പള്ളി കിഴക്കേക്കോട്ട ഇടവകയിൽ 2024 നവംബർ 10 ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദശാംശ തിരുനാളിനോടനുബന്ധിച്ച് വൈദികരും വിശ്വാസികളും പ്രാർത്ഥനയോടെ ദശാംശം സമർപ്പിച്ചു. ഫാദർ റിനോജ് ഡേവിസ് മാമ്പള്ളി, വികാരി ഫാദർ സിജോ ജോണി എന്നിവർ ദശാംശം സമർപ്പിച്ചു. തുടർന്ന് കൈക്കാരന്മാർ ശ്രീ ഇഗ്നേഷ്യസ് ഇനാശു, ശ്രീ വർഗീസ് സൊല്ലൂക്കാരൻ, മറ്റു പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇടവക വിശ്വാസികൾ എന്നിവർ ദശാംശം സമർപ്പിച്ചു. നെല്ലിക്കുന്ന് മാർ തിംത്യോസ് പള്ളിയിൽ ദശാംശ തിരുനാളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാളിന്റെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ഇടവക വികാരി ഫാദർ ജാക്ക് സ്റ്റാൻഡി കശീശയും അസിസ്റ്റന്റ് വികാരി ഫാദർ ബിനോയ് നിരപ്പത്തച്ഛനും നേതൃത്വം നൽകി. വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ ദശാംശ വിഹിതം സമർപ്പിച്ചു. തുടർന്ന് രാവിലെ പാരിഷ് ഹാളിൽ ഇടവക ജനങ്ങൾ സമർപ്പിച്ച ആദ്യഫലങ്ങളുടെ ലേലം വിളിയിൽ നിരവധി പേർ പങ്കെടുത്തു. നെല്ലങ്ങര മാർ എസ്തഫാനോസ് സഹദ പള്ളിയിൽ ദശാംശ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയിൽ ഇടവക വികാരി റവറൻ ഡോക്ടർ മൈക്കിൾ പി വളവന്ത്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ദശാംശ സമർപ്പണ ശുശ്രൂഷയിൽ വൈദികരും വിശ്വാസികളും പങ്കുചേർന്നു. വൈകിട്ട് നടന്ന ആദ്യഫല ലേലം ഇടവക വികാരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ഇടവക വിശ്വാസികളും ദേശവിശ്വാസികളും വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്തു. വിവിധ ആദ്യഫലങ്ങളും വൈവിധ്യമാർന്ന വിഭവങ്ങളും ലേലത്തിന്റെ ഭാഗമായി. വികാരി ജനറൽ റവറൻ ഫാദർ ജോസ് വേങ്ങാശ്ശേരി കശീശ, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ സന്ദർശനം നടത്തി. കൈക്കാരന്മാരായ TP ബാബു, തിമോത്തി വടക്കൻ, സഭാ കൗൺസിൽ അംഗങ്ങളായ ഹെലൻ ബാബു, ജിൻസൺ പോൾ, ജീസ് AJ, വിനീഷ് ലാസർ നേതൃത്വം നൽകി. ആദ്യഫല ശേഖരണം യൂത്ത് അസോസിയേഷന്റെ സഹായ സഹകരണങ്ങളോടുകൂടി നടന്നു. ചാലക്കോട്ടുകര മാർ അപ്രേം പള്ളിയിൽ ദശാംശ തിരുനാളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാളിന്റെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ഇടവക വികാരി ഫാദർ CD പോളി കശീശയും അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രെഡി ഡോൺ കശീശയും നേതൃത്വം നൽകി. വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ ദശാംശ വിഹിതം സമർപ്പിച്ചു. തുടർന്ന് വൈകിട്ട് പള്ളി അങ്കണത്തിൽ ഇടവക ജനങ്ങൾ സമർപ്പിച്ച ആദ്യഫലങ്ങളുടെ ലേലം വിളിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഭാഗ്യവാനായ മാർ ഓഗിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന 70ാമത് തിരുനാളിന്റെ കൊടിയേറ്റം നവംബർ 10 രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ടിൻഡോ കെ തിമോത്തി കശീശ നിർവഹിച്ചു. നവംബർ 15, 16, 17 വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിലായാണ് തിരുനാൾ കൊണ്ടാടുന്നത്. അസിസ്റ്റന്റ് വികാരി ഫാദർ മോഹൻ കോനിക്കര കശീശ, കൈക്കാരന്മാരായ സേവ്യർ കുണ്ടുകുളങ്ങര, തോമസ് കൊട്ടേക്കാടൻ, കേന്ദ്ര ട്രസ്റ്റി
ജോസ് താഴ്ത്ത, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ റോയ് ഐസക് ഇമ്മട്ടി, ജോയ് കോട്ടയത്തുകാരൻ, തിരുനാൾ കൺവീനർ ഷിനോജ് എറുങ്കാരൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകുന്നു. പറവട്ടാനിമാർ അദ്ദായ് സ്ലിഹ പള്ളി വിമൻസ് യൂത്ത് അസോസിയേഷൻ തിരുവചനം അതിമധുരം എന്ന 150 ദിന വേദജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായി നടത്തുന്ന പുതിയ നിയമം വേദവായനയെ ആസ്പദമാക്കി ഒരുക്കിയ ആദ്യഘട്ടം ഓൺലൈൻ ക്വിസിലെ ഒക്ടോബർ മാസത്തെ വിജയി മുണ്ടൂർ മാർക്കോസ് സ്ലിഹ പള്ളി ഇടവകയിലെ ജെന്നി സിംസനെ റവറൻ തിംത്യോസ് ജോയ് കശീശ ട്രോഫിയും പുതിയ നിയമപ്രവേശികയും സമ്മാനമായി നൽകി. വികാരി റവറൻ റൂണോ വർഗീസ്, സെക്രട്ടറി ഷിൻസി നിയോ, കൺവീനർമാരായ സിമി ഡേവിസ്, രേഷ്മ ജിജു എന്നിവർ സന്നിഹിതരായി. 2025 മാർച്ച് ഉൾപ്പെടെയുള്ള 4 മാസങ്ങളിലെ ആദ്യ ഞായറാഴ്ചയാണ് ഗൂഗിൾ ഫോം മുഖേന ക്വിസ് നടത്തുക. അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത വിശുദ്ധ കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ ഹ്യൂപ്പദിയക്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സബ് ഡീക്കൻ കല്ലുട്ടി ജെയിൻ ജെയിംസിനെ മാർ നർസയിൽ ഇടവക പാരിഷ് കൗൺസിലും മറ്റു ഇടവക സംഘടനകളും ചേർന്ന് അനുമോദനങ്ങളും ആശംസകളും നേർന്നു. പുതിയതായി കശീശ പദവിയിലേക്ക് കൈവയ്പ് നൽകിയ റവറൻ ഫാദർ ഫ്രെഡി ഡോൺ കശീശയെ സ്വന്തം ഇടവകയായ ചേലക്കോട്ടുകരമാർ അപ്രീം പള്ളി അനുമോദിച്ചു. ഇടവകയുടെ ഉപഹാരം വികാരി റവറൻ ഫാദർ CD പോളി കശീശ നൽകി. കൈക്കാരന്മാരായ വിൽസൺ തറയിൽ, വർഗീസ് പൂവത്തിങ്കൽ, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, വത്സ ജോസ്, ഹാപ്പി ബെഡ്ജോ എന്നിവർ പ്രസംഗിച്ചു. ഇടവക മഹിളാ സമാജം, മെൻസ് അസോസിയേഷൻ, യൂത്ത് അസോസിയേഷൻ, വിമൻ യൂത്ത് അസോസിയേഷൻ എന്നീ സംഘടനകൾ പുതിയ കശീശയ്ക്ക് പ്രത്യേക ഉപഹാരങ്ങൾ നൽകി. ഇടവക പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ചടങ്ങിന് നേതൃത്വം നൽകി. ശിശുദിനത്തോടനുബന്ധിച്ച് കുരിയച്ചിറ മാർ തിംത്യോസ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തൃശൂർ പൂരം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഡെന്റൽ ക്യാമ്പ് നടത്തി. വിമൻ യൂത്ത് അസോസിയേഷൻ നെല്ലങ്ങരയുടെ നേതൃത്വത്തിൽ നെല്ലങ്ങര പള്ളിയിലെ സൺഡേ സ്കൂൾ കുട്ടികൾക്കായി കഥ കേട്ടിരിക്കാൻ ഇത്തിരി നേരം എന്ന പരിപാടി സംഘടിപ്പിച്ചു. സെക്രട്ടറി ലിഷ സന്തോഷ് സ്വാഗതം ചെയ്തു. ഇടവക വികാരി റവറൻ ഡോക്ടർ മൈക്കിൾ വളവന്തര കശീശ അധ്യക്ഷത വഹിച്ചു. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെയ്സൺ തിമോത്തി, ഇടവക കൈക്കാരൻ ശ്രീ തിമോത്തി വടക്കൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മാർ തിംത്യോസ് ഹോസ്പിറ്റൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ റവറൻ ഫാദർ ഫ്രാങ്ക്ലിൻ വർഗീസ് കശീശയും ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റുഡന്റ് മേഴ്സി മൈക്കിളും ഈ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി. വിമൻ യൂത്ത് അസോസിയേഷന്റെ സ്നേഹോപകാരം ഫ്രാങ്ക്ലിൻ അച്ഛനും മേഴ്സിക്കും നൽകി. സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ജെയ്സ് മറുപടി പ്രസംഗവും നടത്തി. ദൈവഹിതപ്രകാരം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ കാലഘട്ടത്തിലും കഥകൾക്ക് പ്രാധാന്യമുണ്ടെന്നുള്ള ബോധ്യത്തിൽ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞുകൊടുത്ത് അവരെ രസിപ്പിച്ച ഫ്രാങ്ക്ലിൻ അച്ഛനും മേഴ്സി മൈക്കിളിനും വിമൻസ് യൂത്ത് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സിനു ബിറ്റോ നന്ദി പ്രകാശിപ്പിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉച്ചഭക്ഷണവും ക്രമീകരിച്ചിരുന്നു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.